ഹായ്, ഇന്ന് ലില്ലിയിൽ നിന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ചെടികൾക്കൊക്കെ ഇപ്പം നനച്ചിട്ടുള്ളത്. ഇന്നലെ സുഖമില്ലാത്തതിനോണ്ട് ഞാൻ വൈകുന്നേരം നനച്ചില്ല. അപ്പോൾ രാവിലെ എണീറ്റ് വേഗം നനച്ചു. അതാണ് കേട്ടോ ഈ ഫ്ലവറിലൊക്കെ എത്രയും വെള്ളവും ഒക്കെ കാണുന്നത്. ഞാൻ ഈ ലില്ലിയുടെ മൊട്ട് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ തന്നെ ആയിട്ടുണ്ട്. ചെറിയ മൊട്ടാണെന്ന് വെച്ചെങ്കിൽ അതിനകത്തുനിന്ന് ഇത്രയും വലിയ 4 മൊട്ടുകളുണ്ടായല്ലേ. ആ കോഴി ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ സംസാരിക്കാൻ. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനിയിപ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നത് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമുണ്ട്. ഈ ഒരു ചെടിയെ പറ്റിയുള്ള വിശേഷണം ഇനി ഒന്നും വേണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഒറ്റ ഫ്ലവർ മേലായിട്ടോ അതിൻ്റെ നിൽപ്പ്. ഈ മുത്തുപോലെ കിടക്കുന്നത് ഇതിൻ്റെ വിത്താണോ ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കണം. എനിക്കിതിനെ പറ്റി വല്ലാണ്ട് അറിയില്ല. ഇതിലെന്തോ വൈറ്റ് പൊടികളുണ്ട് കേട്ടോ. പിന്നെ ലോലിപോപ്പിൽ ഒത്തിരി വൈറ്റ് ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാ പാറ്റയും ഉറുമ്പും പൂച്ചയും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ അതിലെ ഒരു ഉറുമ്പ് വന്നാണ് ക്യാമറ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. ജലദോഷമോ മൂക്കടപ്പോ ഒക്കെ കൊണ്ട് എൻ്റെ ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനിയും ഒത്തിരി പോപ്പീസ് പിന്നെ എനിക്ക് പൂടാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, അതിൽ പെട്ടാണ്ട് അതൊക്കെ. പക്ഷേ ഇതൊക്കെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ കളർ എനിക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. പിന്നെ അത് ശ്രീനിയാന്ന് എന്താതിന് പറയുക. ഇതാദ്യമായിട്ടാണ് പോയിരുന്നത്. പക്ഷേ ഞാൻ ഈ പൂവിൻ്റെ ഗ്രോത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. തെച്ചികളിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൂട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കണ്ടില്ല എന്തൊരു ഭംഗിയല്ലേ. വിരിയാനിരിക്കുന്നത് മൊട്ടുകളെ എന്തെല്ലാമാണ് ഒരു ഫ്ലവറിൽ തന്നെ. ഇന്നലെ 395 ഞാനൊരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോഴേക്ക് 400 അപ്പോൾ ഒരു വീഡിയോ ഇട്ടു. ഇത് ആ തെച്ചിയുടെ മെറൂൺ കളറാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പൂട്ട് വരികയാണേ. പിന്നെ 400 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 402 ആയിട്ടുണ്ട് അവിടെ സബ്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഈ ഒരു ചെടി കണ്ടോ, ഇളം ഇലകൾക്കിടയിലെ ചുവപ്പ് പൂവ്, നല്ല ഭംഗിയല്ലേ കാണാൻ. ചെടികളിലൊക്കെ അത്രയും കള വന്നിട്ടുണ്ട് കേട്ടോ. പുല്ലുകൾ നിറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറിക്കാൻ നോക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോരുകയാണ്. അപ്പോൾ നമ്മൾ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് പറിക്കന്നെ വിചാരിച്ചിട്ട് കൂട്ടി പിടിച്ച് പറിച്ചു കേട്ടോ ഞാൻ. പിന്നെ ഇപ്പം 407 സബ് മേലാണ്ടോ കിടക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായേ. അങ്ങനെ നമ്മളെ പുല്ല് പറിക്കുന്ന ടാസ്ക് കഴിഞ്ഞു കേട്ടോ. ഒത്തിരി നല്ല ആഴത്തിൽ വേര് പോയിട്ടുണ്ടത്. അതാണ് ആ പറിക്കാൻ നല്ല ബുദ്ധിമുട്ടായത്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞ പൂക്കളാണ് കേട്ടോ. നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അതൊക്കെ പൂവിടുന്നത്. പിന്നെ ഈ പൂപ്പി ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെ, എന്നാലും ഇത് ആകെ സൈഡായിട്ടുണ്ട് കേട്ടോ. സൈഡായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അതിനങ്ങനെ പിടിച്ച് വലിക്കില്ലേനോ. ഈ ചെടി ഇപ്പോൾ ആകെ കിടപ്പിലായി എന്ന് തന്നെ പറയാം കേട്ടോ. ഇന്നലെ 400 പൊലിവിലൊരു വീഡിയോ ഇട്ടില്ലേ, അത് നല്ല സ്ട്രൈറ്റിൽ നിൽക്കുന്നുണ്ടല്ലോ. അത് കുറേ മുന്നെടുത്ത വീഡിയോ കേട്ടോ. കാരണം രാത്രിയല്ലേ 400 ആയത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പയ്യെ വീഡിയോ ഒക്കെ കണ്ട് സ്വരൂപിച്ച് ഒരു വീഡിയോ അപ്പം ഇട്ടതാണ്. ഈ ഒരു പോപ്പികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വേഗം കമ്പുകൾ മാറ്റി കുത്തുന്നുണ്ട്. അത്യാവശ്യമായി വന്നിട്ടുള്ളത്. കാരണം നശിച്ച് പോയാൽ പിന്നെ നമ്മൾ ഗിവ് അവേ നടത്തുമ്പോൾ നിങ്ങൾക്ക് തരാൻ ചെടികളുണ്ടാവില്ലല്ലോ. അപ്പോൾ വേഗം അത് മാറ്റി കുത്തണം എന്ന് കരുതുന്നുണ്ട്. ഇതിലൊരു മുട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് തീർച്ചയായിട്ടും ഇടണേ. എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. റീപ്ലൈ തരാവേ.